ഹൈദരാബാദിലുള്ള ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലൊന്ന് പോയാലോ? ആ ക്ഷേത്രത്തിലൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഹനുമാൻ സ്വാമിയെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? എന്നാലുണ്ട്. ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന രീതിയിലുള്ള 27 അടി ഉയരത്തിലുള്ള ഒരു ഹനുമാൻ വിഗ്രഹമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിൻ്റെ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഭഗവാൻ നമ്മളെ നോക്കുന്നതായിട്ടേ തോന്നുള്ളൂ. ഭഗവാൻ വലത് സൈഡ് ഇങ്ങനെ നോക്കുന്നതായിട്ട് തോന്നും. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ ഭഗവാൻ ഇങ്ങനെ നോക്കുന്നത് തോന്നും. മുകളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നതായിട്ട് തോന്നും. താഴോട്ടാണെങ്കിൽ ഇങ്ങനെ. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? താഴോട്ട് നോക്കുമ്പോൾ ഭഗവാൻ ഒരു ദേശീയ ഭാവമാണ് നമുക്ക് തോന്നുന്നത്. ഇന്ന് ഹനുമാൻ സ്വാമിയെക്കുറിച്ചല്ലേ പറയുന്നത്. എന്തായാലും ഹനുമാൻ സ്വാമിയുടെ ഒരു കഥയും കൂടെ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഹനുമാൻ സ്വാമിക്ക് ഹനുമാൻ എന്നൊരു പേര് കിട്ടിയതെന്ന് അറിയാമോ? ഹനുമാൻ സ്വാമിയുടെ കുട്ടിക്കാലത്ത് ഹനുമാൻ സ്വാമി ഭയങ്കര ഒരു കുസൃതി കുട്ടിയായിരുന്നേ. അപ്പോൾ ഭഗവാൻ ആകാശത്തോട്ടൊക്കെ നോക്കിയപ്പോൾ ആദിത്യ സ്വാമി ജ്വലിച്ച് നല്ല പ്രകാശത്തോടെ നിൽക്കുന്ന കണ്ടു. കഴിച്ചാലെന്ത് എന്നൊരു ഭൂതി തോന്നി. സ്വാമി പറന്ന് ആദിത്യ ഭഗവാന്റെ അടുത്തെത്താൻ ശ്രമിച്ചു. അപ്പോൾ ഇത് കണ്ട മറ്റുള്ള ദൈവങ്ങൾ ഭയന്ന് വിറച്ചു. കാരണം ആദിത്യ ഭഗവാനെ വിഴുങ്ങിയാൽ പിന്നെ ലോകമില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ചെന്ന് ഇന്ദ്രനെ ചെന്ന് കാര്യവിവരം അറിയിച്ചു. ഇന്ദ്രൻ്റെ കയ്യിലുള്ള ദണ്ട് കൊണ്ട് ഹനുമാൻ സ്വാമിയെ ചെറുക്കാൻ ശ്രമിക്കുന്ന ഇടയിൽ ആ ദണ്ട് കയറി ഹനുമാൻ സ്വാമിയുടെ താടിയിൽ തട്ടി. സംസ്കൃതത്തിൽ താടി എന്ന് പറയുന്നത് ഹനു എന്നാണ്. അതോടെയാണ് ഹനുമാൻ എന്നൊരു പേര് ഹനുമാൻ സ്വാമിക്ക് ലഭിച്ചത്. ഇതുപോലുള്ള നല്ല നല്ല കഥകൾ അറിയുവാൻ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക.